ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു റമ്യാസ് ഈറ്ററി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പത്തിരിയാണ്. ഇത് സാധാ പത്തിരിയല്ല, നമ്മൾ കുഴയ്ക്കാനും പരത്താനും ഒന്നും വേണ്ട, ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പത്തിരിയാണ്. ഇതൾ ഒറോട്ടി എന്നും അല്ലെങ്കിൽ ഇതൾ പത്തിരി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഒരുപാട് ഇതളുകൾ പോലെ ഉള്ളതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ഒരു പേരുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി, ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പച്ചരിയും 1 കപ്പ് ബിരിയാണി റൈസ്, ഇപ്പോൾ കൈമ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും 2 മണിക്കൂറോളം കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുതിർത്തുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കുതിർത്തിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൈമ അരി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 കപ്പ് പച്ചരി തന്നെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ കൈമ അരി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അത് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഈ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. 1 കപ്പ് പച്ചരിയും 1 കപ്പ് കൈമ റൈസുമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിന് പകരം ഏലക്കയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ അരി അരച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളമൊന്നും ഉപയോഗിക്കരുത്. ഇപ്പം ഞാനിതിലോട്ട് വളരെ കുറച്ച് തേങ്ങാപ്പാൽ, ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലോളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാണ്ട് ഒന്ന് ആദ്യം തന്നെ അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിപ്പോൾ നല്ല കട്ടിക്ക് തന്നെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാടങ്ങ് ലൂസാക്കി അരച്ച് കഴിഞ്ഞാൽ അരി അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പം ഇതുപോലെ കട്ടിക്ക് അരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് എത്രത്തോളം ഒഴിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവണം. അപ്പോൾ ഒരല്പം കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു 2 കപ്പ് ഇപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഇതൾ റൊട്ടി തയ്യാറാക്കുമ്പോൾ ഓരോ ഇതളും നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്, ആവിച്ചെമ്പിലിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നന്നായിട്ടൊന്ന് അതിൽ തന്നെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് പെട്ടെന്ന് ഇളകി വരുള്ളൂ. ഇതിപ്പോൾ പാത്രം ഞാൻ ആവിച്ചെമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 തവി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ കനം കുറച്ചിട്ട് ഒരു ലെയർ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുകൾ വശം ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നോക്കിയേ, നന്നായിട്ടിത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നെയ്യ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ ഉപയോഗിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 തവി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് അടുത്ത ലെയർ ഒരു 1-2 മിനിറ്റ് മുകളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്നവരെ ഒന്ന് ആവിയേറ്റെടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ ഒഴിക്കുക. ഇതിപ്പോൾ 6ാമത്തെ ലെയറാണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് ലെയറാണ്. ഇതിപ്പോൾ 6 ലെയർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ലെയേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ചൂടാറാനായിട്ട് മാറ്റിയിട്ടുണ്ടേ. ഒരുപാട് ചൂടാറണ്ട. ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ ഇതളായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ ഇതിലോട്ടൊന്ന് കമത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് ഇത് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങളതിനെ നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ ചെറിയ ചൂടിൽ തന്നെ ഞാൻ ആദ്യത്തെ ലെയർ ഒന്ന് ഇളക്കി എടുക്കുവാണേ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ ലെയർ ഒന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും, കണ്ടോ? അപ്പോൾ ഞാനത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടും, കണ്ടോ? ഏത് കറിയിലൂടെ വേണമെങ്കിലും പോകും കേട്ടോ. വെജ് കറി ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിലൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.